ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു Mymuzzspace. അപ്പോൾ നമുക്ക് ഇന്നൊരു വ്യത്യസ്തമായൊരു ചമ്മന്തി ട്രൈ ചെയ്താലോ? പപ്പടം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിഡിലൻ ചമ്മന്തി ആണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടൊരു ചമ്മന്തിയാണ്. നമ്മൾ പപ്പടം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ വറുത്ത് ഒരു പപ്പടം നാലാക്കി മുറിച്ച് വറുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് പുളി വേണം, ചതച്ച മുളക് വേണം, ഇഞ്ചി, ചെറിയ ഉള്ളി, കറിവേപ്പില, തേങ്ങ. നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ചമ്മന്തി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങയും പുളിയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞു വന്നതിന് ശേഷം മാത്രം നമുക്ക് പപ്പടം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. അങ്ങനെ നമ്മുടെ പപ്പടം ചമ്മന്തി ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തേങ്ങ അരച്ചെടുത്തതിന് ശേഷം പപ്പടം ഇട്ട് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്ത നല്ല തേങ്ങയും പപ്പടവും ചേർത്ത ചമ്മന്തി. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസി 2 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റിയ അടിപൊളി ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.